ഒരുപാട് ആളുകൾ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ചും അറിവിൻ പുലരി എന്ന് പറയുന്ന കൂട്ടായ്മയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, സ്വഹാബിൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ഖത്മുൽ ഖുർആൻ നമ്മുടെ ഗ്രൂപ്പിലൂടെ ഓതി തീർത്തിട്ടുണ്ട്. 147 ഖത്മുൽ ഖുർആനും 801 യാസീനും അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വന്ന ന്യൂനതകൾ പോരായ്മകളൊക്കെ പരിഹരിച്ച് വലിയ പ്രതിഫലം കിട്ടുന്നൊരു അമലായി വിശുദ്ധ റമളാനിൽ അല്ലാഹു തആല ഏറ്റെടുത്ത് റാഹത്തും സന്തോഷമൊക്കെ കുടുംബത്തിലൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നാട്ടിലും വിദേശത്തൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, കടൽ തൊഴിലാളികൾക്ക് വേണ്ടി, വീട് സ്ഥലമൊക്കെ വിറ്റ് കിട്ടാൻ, കല്യാണം ശരിയാവാൻ, കുട്ടികളുണ്ടാവാൻ, സുഖപ്രസവത്തിന് വേണ്ടി, ദുസ്വഭാവം മാറിക്കിട്ടാൻ, സാമ്പത്തിക ശാരീരിക പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ, ജയിൽ മോചനത്തിന് വേണ്ടി, അതുപോലെ ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിലൂടെ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളുമുള്ളവരാണ്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശവും അല്ലാഹു സാധിപ്പിക്കട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് കിട്ടുന്ന പ്രതിഫലം പോലെയുള്ള പ്രതിഫലം ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم إنا نسألك ونتوسل إليك ونتوجه إليك بحق سيدنا محمد صلى الله عليه وسلم وبحق أصحاب البدريين وبحق هذا الشهر يا رب العالمين وبحق أسمائك الحسنى وصفاتك العلى يا الله 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 يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منقتم يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا
جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد റഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനായ ലത്തീഫായ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. മലായികത്തുൽ കിറാമിന്റെ സാന്നിധ്യമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. പഠിച്ചോനെ ഞങ്ങൾ ഓതിയിട്ടുള്ളതായ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, സൂറത്ത് യാസീൻ, ഖത്മുൽ ഖുർആൻ, അതുപോലെ പഠിച്ചവനെ നാച്ചനാർന്ന് പല ആളുകളും ഓതിയ സൂറത്തുൽ യാസീൻ, ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള മദ്ഹുകൾ, അസ്മാഉൽ ബദർ, അസ്മാഉൽ ഹുസ്ന, പഠിച്ചോനെ ഞങ്ങൾ ചൊല്ലിയ ബൈത്തുകളെല്ലാം നീ കബൂലാക്കണേ റബ്ബേ. വന്ന ന്യൂനതകൾ, പോരായ്മകൾ, അദബുകേടുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും പരിഹരിച്ച് നീ കബൂൽ ചെയ്യണേ റബ്ബേ. വിശുദ്ധ റമളാനിൽ നിന്നിലേക്ക് നീട്ടിയതായ കരങ്ങളെ നീ തട്ടല്ല അല്ലാ. പഠിച്ചോനെ നീ തട്ടിക്കളയല്ല റബ്ബേ, നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഓതിയതിൻ്റെയൊക്കെ സവാബിനെ മുത്തുനബിൻ്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടുത്തെ ഭാര്യമാരെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടുത്തെ സ്വഹാബത്തിൻ്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടുത്തെ അതുപോലെ അവിടുത്തെ കുടുംബത്തിൻ്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഖുലഫാഉർ റാഷിദീങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അഇമ്മത്തുൽ അർബഅയുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. സഹാബുൽ ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. റിഫാഇ ശൈഖ് തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഖാജ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പഠിച്ചവനെ അർവാടി ശുഹദാക്കളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. പഠിച്ചവനെ ദാവൂദുൽ ഹക്കീം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. നാഹൂർ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പഠിച്ചവനെ സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മമ്പറം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പഠിച്ചവനെ മടവൂർ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. തുടങ്ങി ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടതിന് മഹാന്മാരാകുന്ന ഒരുപാട് അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്, അല്ലാഹുവേ അഖ്താബ്, അഗ്വാസ്, ഔതാദ്, നുജബാ, റുഖബാ, അബുദാല് തുടങ്ങി എല്ലാ വലിയങ്ങളും വലിയത്തുകളും നീ ഇഷ്ടപ്പെട്ട ആരെല്ലാം ഉണ്ടോ അല്ലാ, അവരൊക്കെയും ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. പഠിച്ചവനെ അവരൊക്കെ ദറജ ഉയർത്തണേ അല്ലാ, ദറജ ഉയർത്തണേ റബ്ബേ. അവരെ മദദ് കറാമത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഉപ്പമാര് മരണപ്പെട്ടവരുണ്ട്, ഉമ്മ, അതുപോലെ വല്യമ്മ, വല്ലിപ്പ, സഹോദരന്മാര്, സഹോദരിമാര്, അമ്മാവന്മാര്, അമ്മായിമാര്, മക്കള്. പഠിച്ചവനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, അല്ലാഹുവേ വിശിഷ്യ ഈ വീട്ടിൻ്റെ അഹ്ലികാലിൽ നിന്ന് മരണപ്പെട്ടവര്, പ്രത്യേകിച്ച് നമ്മുടെ ഉപ്പ, അതുപോലെ തന്നെ മറ്റ് കുടുംബാംഗങ്ങള് ആരെല്ലാം ഉണ്ടോ റബ്ബേ, അവരൊക്കെയും ഖബറുകളിലേക്ക്, അവരുടെ സ്വഹീഫത്തിലേക്ക് ഇതിൻ്റെ മിഥില സവാബ് ചേർത്തണേ അല്ലാ. അല്ലാഹുവേ ലോകത്തിൻ്റെ നാനാഭാഗത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാവരും ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാ. പഠിച്ചവനെ അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്ത് മർഹമത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. പഠിച്ചവനെ അവരൊക്കെയും ഖബർ സന്തോഷത്തിൻ്റെ വീടാക്കണേ റബ്ബേ. എന്തെങ്കിലും മെതാവുണ്ടെങ്കിൽ ഉയർത്തണേ അല്ലാ. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നൽകണേ റബ്ബേ. ഖബർ കണ്ണെത്താ ദൂരം വിശാലമാക്കണേ റബ്ബേ. മുത്തുനബിൻ്റെ ശഫാഅത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് സാധുക്കളായ പാപികളായ ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാ. പഠിച്ചവനെ നിന്റെ ലിഖാഇന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ എല്ലാറ്റിലും ഞങ്ങൾ ആകെ ഇഷ്ടപ്പെടുന്നത് പഠിച്ചവനെ നിന്നെ കാണലാണ്, അതിന് പിന്നീടാണല്ലോ സ്വർഗമൊക്കെ. പഠിച്ചവനെ നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. നരകത്തെ തൊട്ട് ഇത്ഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങള്, കൂട്ടുകുടുംബങ്ങള്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, വിശിഷ്യായി മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവര്, പഠിച്ചവനെ
പഠിച്ചവനെ അറിവിൻപുലിയിലെ മറ്റ് കുടുംബാംഗങ്ങൾ ഓൺലൈനിൽ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ, നരകത്തിൽ നീ തക്ക് നൽകണേ റബ്ബേ. പഠിച്ചവനെ നിന്റെ നരകക്കുണ്ടിലേക്ക് വലിച്ചെറിയുന്നൊരു സാഹചര്യം നൽകല്ല റബ്ബേ. വിശുദ്ധ റമളാൻ ഞങ്ങളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ, പ്രതികൂലമാകുന്നവരിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല റബ്ബേ. പഠിച്ചോനെ വേണ്ടതുപോലെ അതിൽ ഇബാദത്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നാലും ഒരുപാട് നിന്റെ മുഅ്മിനീങ്ങളായ ആളുകൾ പഠിച്ചോനെ നിനക്ക് വേണ്ടി ഇബാദത്തെടുത്തിട്ടുണ്ട്. പഠിച്ചോനെ നിന്നിലേക്ക് കരഞ്ഞ കണ്ണുമായിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അല്ലാ. എന്നാലും നീ റഹ്മാനല്ല അല്ലാ, റഹീമല്ല അല്ലാ. ഞങ്ങളെ തള്ളല്ല റബ്ബേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. നിന്നിലേക്ക് നീട്ടിയ കരങ്ങളെ നീ തട്ടിക്കളയല്ല റബ്ബേ. പഠിച്ചോനെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞ കരങ്ങളാണ്. ഒരുപാട് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. എന്നാലും പഠിച്ചോനെ ഞങ്ങൾ നീ കൈയൊയ്യല്ല അല്ലാ. നീ ഞങ്ങളെ കൈയൊഴിഞ്ഞാ ഞങ്ങൾക്ക് മറ്റൊരു കവാടത്തിലേക്ക് ചെന്ന് മുട്ടാനില്ല റബ്ബേ. നിന്റെ മഹളായ ഫضل കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. ഞങ്ങളെ പാപങ്ങളൊക്കെ പുറത്തു തരണേ റബ്ബേ. നിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചവരിൽ ഞങ്ങളൊക്കെ പെടുത്തണേ അല്ലാ. മഗ്ഫിറത്ത് നൽകിയവരിൽ പെടുത്തണേ റബ്ബേ. പഠിച്ചോനെ അതെല്ലാം കാരണമായിട്ട് ഇത്തക്കുമ്മിനാർ നീ നൽകുമ്പോൾ ആ കൂട്ടത്തിൽ സാധുക്കളായ പാപികളായ ഞങ്ങളൊക്കെ നീ പെടുത്തണേ റബ്ബേ. പഠിച്ചോനെ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാല മുറാദും നീ ഹാസിലാക്കണേ റബ്ബേ. ഒരുപാട് രോഗികളുണ്ട്, രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. പഠിച്ചവനെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് പാപ്പാനെ വിളിച്ചിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അസ്മാഉൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. പഠിച്ചോനെ ഞങ്ങളിലോ ഞങ്ങളെ മാതാപിതാക്കളിലോ ഉസ്താദമാരിലോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലോ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ആരെങ്കിലോ എന്തെങ്കിലും രോഗങ്ങൾ മറഞ്ഞു കിടക്കുന്നുവെങ്കിൽ അതിൻ്റെ അണുക്കളുണ്ടെങ്കിൽ അല്ലാ അത് സുഖപ്പെടുത്താൻ നിനക്ക് കഴിവുണ്ടല്ലോ, അത് ശിഫ കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ. കാഫിയായ മുആഫിയായ അല്ലാ, ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ റബ്ബേ. പഠിച്ചവനെ മാരകമായ രോഗത്തിൽ ഞങ്ങൾ ആരെയും നീ അടിമപ്പെടുത്തരുതേ അല്ലാ. അല്ലാഹുവേ കിഡ്നി സംബന്ധമായ അസുഖത്തിൽ അകപ്പെട്ടവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. അതുപോലെ ഹാർട്ട് സംബന്ധമായ അസുഖത്തിൽ അകപ്പെട്ടവരുണ്ട്, ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങൾ പല ഉദ്ദേശങ്ങളും പറഞ്ഞവരുണ്ട്. എന്തെല്ലാം ഉദ്ദേശങ്ങളാണോ ഉള്ളത് എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരണേ റബ്ബേ. ഖൽബിൽ ഈമാൻ ഇൽമി ഹിക്മത്ത് കൊണ്ട് നിറക്കണേ റബ്ബേ. പഠിച്ചവനെ കിബ്റ് തരല്ല അല്ലാ, ഹസദ് തരല്ല റബ്ബേ. മറ്റുള്ളവനോട് പകയോ ശത്രുതയോ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. അല്ലാഹുവേ എല്ലാ ലാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന്, സാഹിരീങ്ങളുടെ സിഹ്ർ, മാക്കിരീങ്ങളുടെ മക്ർ, ഫത്താനീങ്ങളുടെ ഫിത്ന, ഐനീങ്ങളുടെ ഐന്, എല്ലാറ്റിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഭാര്യ സന്താനങ്ങളെയും കൂട്ടുകുടുംബങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെ സഹായിച്ചവരെയും വിശിഷ്യായ വീടിനെയും വീട്ടിൻ്റെ അഹ്ലുകാരെയും അല്ലാഹുവേ ആരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടവരെയും ഈ ഓൺലൈനിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരെയും അതുപോലെ അറിവിൻ പുലരിയിലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അല്ലാഹുവേ ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും രാജ്യത്തിനെയും നീ കാക്കണേ അല്ലാ. പഠിച്ചവൻ അവരെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങൾ ആരെയും അതിൽ നിന്നും പെടുത്തല്ല അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ മക്കളൊക്കെ നന്നാക്കി തരണേ റബ്ബേ. സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകളിൽ പെടുത്തണേ റബ്ബേ. ദീനിന്റെ ഖാദിമീങ്ങളിൽ പെടുത്തണേ റബ്ബേ. നാടിന് സമൂഹത്തിന് കുടുംബത്തിന് ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേ റബ്ബേ. ഗുരുത്തം കെട്ടതെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല അല്ലാ. മക്കൾ കാരണമായിട്ട് ദുനിയാവും പരലോകം നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റബ്ബേ. നീ എത്തിക്കല്ല അല്ലാ. മക്കൾ കാരണമായിട്ട് ദുനിയാവും പരലോകം വിജയിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. പഠിച്ചവനെ നീ നൽകിയ ആഫിയത്ത് നിലനിർത്തി തരണേ റബ്ബേ. പഠിച്ചവനെ നീ നൽകിയതിലൊക്കെ ബറക്കത്ത് നൽകണേ റബ്ബേ. തഅല്ലുമിൽ തഅലീമിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. ഇബാദത്തിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. ശരീരത്തിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. മക്കളിൽ ഭാര്യമാരിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. മാതാപിതാക്കളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. പഠിച്ചവനെ കൃഷിയിൽ ഉൽപ്പന്നങ്ങളിൽ കാലാവസ്ഥയിലൊക്കെ ബറക്കത്ത് നൽകണേ റബ്ബേ.
ദുനിയാവും പരലോകവും ഞങ്ങൾക്ക് വിജയത്തിലാക്കണേ അല്ലാ. പഠിച്ചവനെ അസ്ഹാബുൽ ബദരീങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ഒരു പരിപാടി പഠിച്ചവനെ അവരോട് കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാനുള്ള ഒരു സബബായി പഠിച്ചവനെ ഈ ഒരു മജ്ലിസ് ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ കയ്യിൽ ഒരു അമലും ഇല്ല അല്ലാ. നാളെ പരലോകം രക്ഷപ്പെടാൻ പറ്റിയതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയൊരു അമലും ഞങ്ങളുടെ കയ്യിലില്ല. എന്നാലും ഇതുപോലുള്ള നീ ഇഷ്ടപ്പെട്ട നീ പൊരുത്തപ്പെട്ട മഹാന്മാരെ ഞങ്ങൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനെ അവരോടൊന്നിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിൽ കഴിയാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ ഒരുപാട് ഖത്മുൽ ഖുർആൻ ഓതിയ ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് റബ്ബേ. എല്ലാവരുടെയും ഖത്മുകൾ നീ കബൂലാക്കണേ അല്ലാ. ഒരുപാട് സൂറത്ത് യാസീൻ ഓതിയവരുണ്ട്, സ്വീകരിക്കണേ റബ്ബേ. അത് പഠിച്ചവനെ എന്തെല്ലാം ലക്ഷ്യങ്ങളാണോ ഖത്മുൽ ഖുർആൻ ഓതുന്ന സമയത്ത് അവർ കരുതിയിട്ടുള്ളത് എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഖുർആനിന്റെ ബാധ്യത തീർക്കുന്ന പഠിച്ചോനെ മുഅ്മിനീങ്ങൾ ഞങ്ങളൊക്കെ നീ പെടുത്തണേ അല്ലാ. ഖുർആൻ ഒരുപാട് ഓതാൻ അതുമായി ഒരുപാട് ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ റബ്ബേ. പഠിച്ചവനെ ഒരുപാട് ആളുകൾ നാട്ടിലും വിദേശത്തുമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. നീ എല്ലാവരുടെ പ്രയാസങ്ങൾക്കും ഫത്ഹ് സലാമത്ത് നൽകണേ റബ്ബേ. കടൽ തൊഴിലാളികളായ ആളുകളുണ്ട് പഠിച്ചോനെ, അവിടെ ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. പഠിച്ചോനെ അവിടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. പഠിച്ചോനെ അതുപോലെ വീട് സ്ഥലം വിൽപ്പനക്ക് വെച്ചവരുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുപ്പാപ്പാനെ വിളിച്ചു പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ അവിടെ മാർഗങ്ങളൊക്കെ നീ എളുപ്പാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചോനെ എല്ലാ ഹലാലായ മാർഗങ്ങളും നീ തുറന്നു കൊടുക്കണേ അല്ലാ. മക്കളെ വിവാഹം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. പഠിച്ചോനെ ആൺകുട്ടികള് പെൺകുട്ടികൾ അനുയോജ്യരായ ഭർത്താക്കന്മാരെ കൊണ്ട് നീ ഇണയാക്കണേ അല്ലാ. നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ അതുപോലെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ റഹ്മാനായ റബ്ബേ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അസ്മാഉൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട് അസ്മാഉൽ ഹുസ്നന്റെ ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഒരു സാലിഹായ കുട്ടികളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പഠിച്ചോനെ ആര് തടഞ്ഞാലും ആര് കുട്ടികളെ കിട്ടൂല ഉണ്ടാകൂല എന്ന് വിധി എഴുതിയാലും കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ റബ്ബേ. ഫഇന്നക തഖ്ളീ വലാ യുഖ്ളാ അലൈക. പഠിച്ചോനെ നിന്നെ എതിരിൽ വിരിക്കാൻ ഒരാളും ലോകത്തില്ലല്ലോ അല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അത്ഭുതകരമോ നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ. അത്ഭുതം നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. പഠിച്ചോനെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികൾ നൽകണേ റബ്ബേ. പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികൾ നൽകണേ റബ്ബേ. പഠിച്ചോനെ നൽകിയ മക്കളൊക്കെ നന്നാക്കി തരണേ റബ്ബേ. അതുപോലെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ ആ സഹോദരിക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവം മാറിക്കിട്ടാൻ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവര് നല്ല സ്വഭാവമുള്ള സൽസ്വഭാവികളാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങൾക്കിന്ന് കാണാനും കേൾക്കാനും കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളെ മക്കൾ ഇന്ന് കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. പുറത്തോട്ടിറങ്ങിയാൽ അവർക്ക് തെറ്റ് ചെയ്യാൻ സാഹചര്യം അനുകൂലമാണ്. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് മക്കൾക്ക് നീ ഹിഫ്ള് ഹിമായത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കാവൽ കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. പഠിച്ചോനെ രാവിലെ പുറത്തോട്ട് പോകുന്നു, എങ്ങനെ കയറി വരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. പഠിച്ചോനെ ആ നിലക്കുള്ള മാരകമായ മയക്കുമരുന്നിനും കഞ്ചാവിനും അതുപോലെ മറ്റുള്ള ലഹരിക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാതാവാരാണ്, പിതാവാരാണ്, മക്കളാരാണ്, അതുപോലെ ഉസ്താദന്മാരാരാണ്, ബന്ധപ്പെട്ടവരാരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഇന്ന് മക്കളുള്ളത്. പഠിച്ചോനെ നന്നാക്കി കൊടുക്കണേ അല്ലാ. നല്ല മനസ്സുള്ള മക്കളാക്കണേ റബ്ബേ. പഠിച്ചോനെ നല്ല മക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇസ്സത്തിലാക്കണേ അല്ലാ. പഠിച്ചോനെ സമാധാനം നൽകണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ സമാധാനം നൽകണേ അല്ലാ. ഗസയിൽ പഠിച്ചോനെ വീണ്ടും അതാ ശത്രുക്കളായ ആളുകൾ അതാ അവരെ വധിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ ഈ വിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട്
പഠിച്ചവനെ ആ സാധുക്കൾക്കൊരു പരിഹാര മാർഗം കാണിച്ചു കൊടുക്കണേ അല്ലാ, ഒരു പരിഹാര മാർഗം കാണിക്കണേ റബ്ബേ. ആജിലായ നിന്റെ സഹായം അവർക്ക് ഇറക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ നിന്റെ പരീക്ഷണത്തിന് ഇനിയും അവരെ നീ വിധേയമാക്കല്ല അല്ലാ. താങ്ങാനും സഹിക്കാനും കഴിയുന്നതിലപ്പുറം അവർ സഹിച്ചിട്ടുണ്ട് അല്ലാഹുവേ. ഇനിയും അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ, ക്ഷമ പ്രദാനം ചെയ്യണേ റബ്ബേ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ സാമ്പത്തിക ശാരീരിക മാനസിക പ്രയാസങ്ങൾ തീർന്നു കിട്ടാൻ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാനെ വിളിച്ച് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ എല്ലാറ്റിനും പരിഹാരം നൽകണേ അല്ലാ. ജയിൽ കുടുങ്ങിയവരുണ്ട്, മോചനം നൽകണേ റബ്ബേ. അവർക്ക് സലാമത്ത് കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ പഠിച്ചോനെ എന്ത് ജോലിയാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹലാലായ ജോലിയാക്കി കൊടുക്കണേ റബ്ബേ. ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ റബ്ബേ, ജോലിയിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. സ്വദേശത്തും വിദേശത്തുമായ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ, ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരുടെ ജോലിയിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻത തഅലമു മാ ഫീ ളമാഇരിനാ ഫഖ്ലിഹാ കുല്ലഹാ വയസ്സിർ ലഹാ ബിമഹ്ളി ഫളിക വജൂദിക യാ അക്രമൽ അക്രമീന ويا أرحم الراحمين. اللهم لا تجعل رمضاننا هذا آخر رمضاننا يا رب العالمين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اجعله شفيعا لنا يوم القيامة. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأزواجنا وذرياتنا من الديون والمظالم والنار. اللهم اجعلنا وإياهم ممن رضي عنهم شهر رمضان، ولا تجعلنا ولا إياهم ممن خصمهم شهر رمضان. اللهم اجعلنا وإياهم من الفائزين بليلة القدر يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. എല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അതുപോലെ ഈ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അത് പാക്ക് ചെയ്യുന്നവർ, അതുമായി ബന്ധപ്പെട്ട എല്ലാവരും പഠിച്ചവനെ നാളെ അസ്ഹാബുൽ ബദരീങ്ങൾ ഒന്നിച്ചുകൊണ്ട് സ്വർഗീയമായ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.